അപ്പോൾ എല്ലാവർക്കും ഹമ്മിങ് മെൻറ്ററിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിച്ചു. ഇത്തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൂൾസിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ബേസിക്കായി ന്യൂ പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ന്യൂ പ്രോജക്റ്റ്, ഇതിൽ ലൊക്കേഷൻ എന്ന് കാണും, അതിൽ ബ്രൗസ് എന്ന് കൊടുക്കുക, അതിൽ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഫയൽ ഇമ്പോർട്ട് ചെയ്യുക. ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സോഴ്സ് പാനൽ, ഈ കാണുന്നതിനെയാണ് സോഴ്സ് പാനൽ എന്ന് പറയുന്നത്, അവിടേക്ക് ഇട്ടതിന് ശേഷം വേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. ഇൻ, ഔട്ട്. ഈ ഒരു സംഭവത്തിൻ്റെ വീഡിയോ ഓൺലി എടുക്കണമെങ്കിൽ ഇതിലിപ്പോൾ ഓഡിയോവും വരും, അതിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രമാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺലി എടുക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച് തന്നെയാണ് സീക്വൻസും സെറ്റായിട്ടുണ്ടാവുക. അഥവാ നമുക്ക് സീക്വൻസിൽ വല്ല മാറ്റവും വരുത്തണമെങ്കിൽ സീക്വൻസിൽ പോയി സീക്വൻസ് സെറ്റിങ്സിലൂടെ മാറ്റം വരുത്താവുന്നതാണ്. സൂം ഔട്ടിൽ നിന്നും സൂം ഇന്നിലേക്ക്. ഏതെങ്കിലും സ്ഥലത്ത് ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രിപ്പിൾ ഡിലീറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്യാപ്പ് കറക്റ്റ് ആവും. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെലക്ഷൻ ടൂളാണ്. സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് കട്ടാണ് വി. അത് ഓട്ടോമാറ്റിക്കായി ഡിഫോൾട്ടായി നമ്മളൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്താൽ അതിൽ സെലക്ഷൻ ടൂളായിരിക്കും സെലക്ട് ആയിരിക്കുക. അപ്പോൾ ഇതാണ് സെലക്ഷൻ ടൂൾ. സെലക്ഷൻ ടൂളിൻ്റെ രണ്ട് ഉപയോഗങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതിൻ്റെയെങ്കിലും ഇപ്പോൾ ഡ്യൂറേഷൻ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യണമെങ്കിൽ അത് കൂട്ടാം. ഇപ്പോൾ ഇവിടെ നിന്നാണ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാം. ഇവിടുന്ന് ഇപ്പോൾ ലാസ്റ്റ് ക്ലിപ്പിൻ്റെയാണ് കൂട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇടയിലുള്ളതിൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇടയിൽ ഗ്യാപ്പ് വരും. ഗ്യാപ്പ് നമ്മൾ റിപ്പിൾ ഡിലീറ്റ് അടിച്ച് ക്ലിയർ ചെയ്യേണ്ടി വരും. ഇതാണ് സെലക്ഷൻ ടൂളിൻ്റെ പ്രത്യേകത. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാക്ക് സെലക്ഷൻ ഫോർവേഡാണ്. ട്രാക്ക് സെലക്ഷൻ ഫോർവേഡിൻ്റെ ഷോർട്ട് കട്ടാണ് എ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യണം, അതിൽ പകുതി കഴിഞ്ഞുള്ള പകുതി മുതൽ അതിൻ്റെ മുന്നിലുള്ള എല്ലാ ക്ലിപ്പും എടുക്കണമെങ്കിൽ ഈ ട്രാക്ക് സെലക്ഷൻ ഫോർവേഡ് നമ്മൾക്ക് ഉപകരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിലിപ്പോൾ ടോട്ടൽ 4 ക്ലിപ്പാണ്. അഥവാ എനിക്ക് രണ്ടാമത്തെ ക്ലിപ്പിൽ നിന്ന് മുന്നിലുള്ള എല്ലാം എടുക്കണമെങ്കിൽ എനിക്ക് ആ ട്രാക്ക് സെലക്ഷൻ ഫോർവേഡ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്ലിപ്പും ഇതായി. ഇനി എനിക്കിത് മൂവ് ചെയ്യാം, ഇതേ ടൂൾ വെച്ച് തന്നെ മൂവ് ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിൽ വയ്ക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് വേർഷനാണ് ട്രാക്ക് സെലക്ഷൻ ബാക്ക്വേർഡ്. ട്രാക്ക് സെലക്ഷൻ ബാക്ക്വേർഡിൻ്റെ ഷോർട്ട് കട്ടാണ് Shift+A. ട്രാക്ക് സെലക്ഷൻ ബാക്ക്വേർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതിൻ്റെങ്കിലും പുറകിലുള്ള ക്ലിപ്പ് മുഴുവൻ സെലക്ട് ചെയ്യണമെങ്കിൽ, ക്ലിപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു എൻറ്റയർ ടൈം എന്നുള്ള പിന്നിലോട്ടുള്ള എല്ലാ സംഭവങ്ങളും, ബാക്ക്വേർഡായിട്ടുള്ള എല്ലാ സംഭവങ്ങളും സെലക്ട് ആവും. അതിനെ മൂവ് ചെയ്യുക, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതിനാണ് ട്രാക്ക് സെലക്ഷൻ ബാക്ക്വേർഡ്. ഈ രണ്ടും ട്രാക്ക് സെലക്ട് ഫോർവേഡും ബാക്ക്വേർഡും സെയിം പർപ്പസാണ്. ഒന്ന് മുന്നിലുള്ളതും ഒന്ന് പിന്നിലുള്ളതും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് റിപ്പിൾ എഡിറ്റ് ടൂൾ പഠിക്കാം. റിപ്പിൾ എഡിറ്റ് ടൂളിൻ്റെ ഷോർട്ട് കട്ടാണ് ബി. ഏതെങ്കിലും 2 ക്ലിപ്പിൻ്റെ ഇടയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റിലുള്ള ക്ലിപ്പ് ട്രിം ആവുകയും അത്രത്തോളം ഗ്യാപ്പ് ഇവിടെ വരികയും ചെയ്യും. ബാക്കിയുള്ള ക്ലിപ്പെല്ലാം എത്രത്തോളം ട്രിമ്മായോ അത്രത്തോളം മൂവ് ആവും. എങ്ങോട്ടാണോ ചെയ്യുന്നത് അങ്ങോട്ട് പോകും. അതേത് തന്നെയാണ് അത് റൈറ്റിലോട്ട് ചെയ്യുകയാണെങ്കിൽ റൈറ്റിലോട്ടുള്ള ഭാഗം, ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള വിഷ്വലിലെ ഭാഗം ട്രിം ആവുകയും അത്രയും സ്പേസ് ഇങ്ങോട്ട് കയറി വരികയും ചെയ്യും. അതാണ് റിപ്പിൾ എഡിറ്റ് ടൂളിൻ്റെ പ്രത്യേകത. അടുത്തതായി നമുക്ക് റോളിംഗ് എഡിറ്റ് ടൂളിനെ പറ്റി പഠിക്കാം. റോളിംഗ് എഡിറ്റ് ടൂളിൻ്റെ ഷോർട്ട് കട്ടാണ് എൻ. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ 2 ക്ലിപ്പിൻ്റെ ഇടയിലൂടെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എങ്ങോട്ട് മൂവ് ചെയ്യുന്നോ ആ മൂവ് ചെയ്യുന്ന ഭാഗത്തുള്ള വീഡിയോ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ കുറയുകയും അതിനിപ്പുറത്തുള്ളതിൻ്റെ കൂടുകയും ചെയ്യും. പക്ഷേ ടോട്ടൽ ഡ്യൂറേഷന് ഒരു മാറ്റവും വരുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തായി നമുക്ക് റേറ്റ് സ്ട്രെച്ച് ടൂളിനെ പറ്റി പഠിക്കാം. ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് ആർ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ഏതൊരു ക്ലിപ്പിനെയും നമ്മളിത് വെച്ച് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുന്നോ അത്രത്തോളം അത് സ്ലോ ആവുകയും എത്രത്തോളം സ്ട്രെച്ച് കുറയ്ക്കുന്നോ അത്രത്തോളം അത് ഫാസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നോർമലായിട്ട് ഫാസ്റ്റും സ്ലോ മോഷനും ചെയ്യാനുള്ള രീതിയാണിത്. പക്ഷേ ഇതത്രയ്ക്ക് പ്രൊഫഷണലായിട്ടുള്ള രീതിയല്ല. ബിഗിനേഴ്സിന് ഇത് നല്ലൊരു ഇതാണ്. അടുത്തുള്ളതാണ് റേസർ ടൂൾ. റേസർ ടൂളിൻ്റെ ഷോർട്ട് കട്ടാണ് സി. റേസർ ടൂൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. എവിടെ വെച്ച് കട്ട് ചെയ്താലും ഇത് കൊണ്ടുപോയി എവിടെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ കട്ടാവുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് കട്ടിംഗ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമാണ് റേസർ ടൂൾ. അടുത്തതായി നമുക്ക് സ്ലിപ്പ് ടൂൾ എന്താണെന്ന് നോക്കാം. സ്ലിപ്പ് ടൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വിഷ്വലിൻ്റെ ഉള്ളിലൂടെ തന്നെ ചേഞ്ചസ് വരുത്താനുള്ള ഒരു ഓപ്ഷനാണ് ഈ സ്ലിപ്പ് ടൂൾ എന്ന് പറയുന്നത്. സ്ലിപ്പ് ടൂളിൻ്റെ ഷോർട്ട് കട്ടാണ് വൈ. ഇത് വെച്ച് നമ്മൾ അഥവാ ഈ ക്ലിപ്പിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടുന്ന് ഇത്ര വരെ സ്റ്റില്ലാണ്. ഈ സ്റ്റില്ല് നമുക്ക് ഇത്ര വേണ്ട, ഒരു ഇത്തിരി കഴിയുമ്പോഴേക്കും അത് മൂവായി തുടങ്ങണമെന്നാണ് നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇതിനെ കുറച്ച് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ അതിൽ പ്രിവ്യൂ കാണുന്നതായിരിക്കും. ഈ ഫസ്റ്റുള്ള ഈ 6.20 എന്ന് പറയുന്ന ടൈമിങ് അതിൻ്റെ ടൈമിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് അത്രയ്ക്ക് സ്റ്റില്ലായിട്ടുണ്ടാവില്ല, പെട്ടെന്ന് മൂവായി. അതാണ് സ്ലിപ്പ് ടൂളിൻ്റെ പ്രത്യേകത. അടുത്തതായി നമുക്ക് സ്ലൈഡ് ടൂളിന് എന്താണെന്ന് പഠിക്കാം. സ്ലൈഡ് ടൂൾ എന്ന് വെച്ചാൽ ഇടയിലുള്ള ഒരു ക്ലിപ്പിനെ സെലക്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മുടെ റോളിംഗ് ടൂളിൻ്റെ അതേ ഒരു ഇതാണ് വരുന്നത്. റോളിംഗ് ടൂൾ ഇടയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ ക്ലിപ്പിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ പക്ഷേ ഈ ക്ലിപ്പിന് മാറ്റം വരില്ല. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ക്ലിപ്പിന് മാത്രം മാറ്റം വരും. അതാണ് ഈ ഒരു ടൂളിൻ്റെ പ്രത്യേകത. അടുത്തായി പെൻ ടൂളാണ്. പെൻ ടൂളിൻ്റെ ഷോർട്ട് കട്ടാണ് പി. നമ്മൾ വീഡിയോനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ വിഷ്വൽ കാണണമെങ്കിൽ നമുക്ക് സൈഡിൽ സ്ക്രോൾ ചെയ്താൽ മതി. ഇവിടെ കൊണ്ടുവന്ന് കേഴ്സർ വെച്ചതിന് ശേഷം സ്ക്രോൾ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈൻ കാണാൻ പറ്റും. ഓഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ വീഡിയോയിൽ ഒരു ലൈൻ ഉണ്ട്. അതിൽ നമുക്ക് പോയിൻ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് പെൻ ടൂൾ ഉള്ളത്. അപ്പോൾ ഞാൻ 2-3 പോയിൻ്റ് ആഡ് ചെയ്തു. ഇതിൽ ഒരെണ്ണം ഇങ്ങനെ നീക്കി ഒരെണ്ണം നല്ലപോലെ താഴേക്കാക്കി പിന്നെ അടുത്തതിനെ കുറച്ച് മുന്നിലേക്കാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്ന് വെച്ചാൽ മേലെ വെച്ചിട്ടുള്ള പോയിൻ്റ് എല്ലാം വിസിബിലിറ്റി 100%ഉം താഴെ വെച്ചിട്ടുള്ള പോയിൻ്റ് വിസിബിലിറ്റി 0%ഉം ആവും. എന്നിട്ട് അതിൽ നിന്നും 100ലേക്കുള്ളൊരു ബ്ലെൻഡാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത്. ഇങ്ങനെ നമുക്ക് ഈ പെൻ ടൂളിലെ സംഭവങ്ങൾ തൽക്കാലം ഡിലീറ്റ് ചെയ്യാം, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഹാൻഡ് ടൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാൻഡ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് എച്ച് ആണ്. ഹാൻഡ് ടൂൾ കൊണ്ട് ഇപ്പം നമ്മൾ സൂം ചെയ്ത് വെച്ചിട്ടുള്ള വിഷ്വൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് കാണാം. അഥവാ നമുക്ക് ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്യണം, ഒരുപാട് ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അവിടെ എത്താനാണ് ഈ ഹാൻഡ് ടൂൾ യൂസ് ചെയ്യുന്നത്. അതിന് ഇങ്ങനെയും ചെയ്യാം, ഈ താഴെയുള്ള അഡ്ജസ്റ്റർ യൂസ് ചെയ്യാം. അത് പക്ഷേ ഇത്തിരി ജമ്പ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരിതാണ്. അതുകൊണ്ട് ഹാൻഡ് ടൂൾ ആകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം അതിനെ ഡ്രാഗ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തതായി സൂം ടൂളാണ്. സൂം ടൂളിൻ്റെ ഷോർട്ട് കട്ടാണ് സെഡ്. അപ്പോൾ സൂം ടൂളിൻ്റെ ഡിഫോൾട്ടായിട്ട് സൂമിനായിരിക്കും വരിക. സൂമിനാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ചുമ്മാ ക്ലിക്ക് ചെയ്യുക. അതേസമയം സൂം ഔട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ സൂം ഔട്ട് ആവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടൂളിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ. അപ്പോൾ എല്ലാവരും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാം. നമുക്ക് ചെറുതായൊരു ട്രാൻസിഷൻ കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ട്യൂട്ടോറിയലിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹമ്മിങ് മെൻറ്റർ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസ് കാണുന്നതിനും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനുമായി സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ അപ്പുറത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക.